Hello students, welcome to this channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ലഗ്രാഞ്ചസ് തിയറം. ഈ ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെത് പല രീതിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ പാർട്ട് ബി സെക്ഷനിൽ ചോദിക്കാം, ചിലപ്പോൾ പാർട്ട് എയിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല ബ്രീഫായിട്ടാണ് ഞാനിതിൻ്റെ പ്രൂഫ് തരുന്നത്. പാർട്ട് ബി സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലഗ്രാഞ്ചസ് തിയറം. സാധാരണ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ചില നേരത്ത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി പഠിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലഗ്രാഞ്ചസ് തിയറം എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തന്നെ എഴുതണം. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിന് മുന്നേ, അതായത് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ മറ്റ് 1-2 കണ്ടീഷൻസ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. ആ കണ്ടീഷൻസ് എല്ലാം ചിലപ്പോൾ എന്താണ് പാർട്ട് എയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതെല്ലാം ഈ ഒറ്റ തിയറത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് വേണം, ഒരു സബ് ഗ്രൂപ്പ് വേണം. ലെറ്റ് ജി സ്റ്റാർ ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് സ്റ്റെപ്പ് വൺ എന്താണെന്ന് വെച്ചാൽ ലെറ്റ് എ ബി ബിലോങ്സ് ടു എച്ച് ആൻഡ് AH എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് കോസെറ്റ്സ്. ബിക്കോസ് ഹെച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് AH and BH or left cosets of H in G. Then we have to prove that then they are either disjoint or identical. Either disjoint means എന്താണ്? AH intersection BH is equal to an empty set. അപ്പോൾ ഓർ AH is equal to BH. ചില നേരത്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ empty സെറ്റ് ആയിരിക്കാം. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദേ ആർ ഈക്വൽ. ഇനി രണ്ടാമത്തെ കേസ്, അപ്പോൾ ഡിസ്ജോയിൻറ്റ് കേസിന് നമ്മളിങ്ങനെ എടുക്കുന്നു. രണ്ടാമത്തത് യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ്. നമ്മളിപ്പോൾ ഇവിടെ ലെഫ്റ്റ് കോസെറ്റ്സ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഇൻ ജി, ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന എല്ലാ ലെഫ്റ്റ് കോസെറ്റ്സിനെയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കണം വരേണ്ടത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഗ്രൂപ്പ് ജി ആയിരിക്കണം. സ്റ്റെപ്പ് 1 ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? എച്ച് ആൻഡ് എനി, ഇഫ് എച്ച് ആൻഡ് എനി ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഹാവ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ദ എച്ച് ആൻഡ് എനി ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച്, ഏത് എച്ചും ഏത് ലെഫ്റ്റ് കോസെറ്റ്സ് നമ്മൾ എടുത്താലും ശരി, അതിനകത്ത് വരുന്നത് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഇതിന് പകരം ഈ സെൻറ്റൻസ് പറയുന്നത് it is enough to prove that order of H is equal to order of the left cosets. Order of a subgroup is equal to order of a left coset എന്നെടുക്കാം. മൂന്നാമത്തെ കേസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇവിടെ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. അതാണ്. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു K into order of H, where K is the index എന്ന് പറഞ്ഞാൽ number of distinct left cosets of H in G. അപ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ലെവലായിട്ട് നമ്മളിവിടെ പോവുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ റിമെമ്പർ, യു ഹാവ് ടു ലേൺ ഓൾ ദീസ് തിങ്സ്. ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ പാർട്ട് ബി ക്വസ്റ്റ്യൻ, യു ഹാവ് ടു റൈറ്റ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3 ഓൾസോ. In this first of all, I'm going to prove the step 1. So step 1, when I consider here, ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് 1 പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ജി ഒരു ഗ്രൂപ്പാണ് വിത്ത് റെസ്പെക്ട് ടു ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആൻഡ് എച്ച് ബി എ സബ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും നേരത്തെ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുവാണ്. എച്ച് ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ജിക്കകത്ത് ജിയിൽ നിന്ന് 2 എലമെൻറ്റ്സ് നമ്മൾ എടുക്കുവാണ്. ലെറ്റ് എ ബി ബിലോങ്സ് ടു ജി, എ എച്ച് ആൻഡ് ബി എച്ച് അത് 2 ലെഫ്റ്റ് കോസെറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ എച്ച് intersection BH is equal to 5.
അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? H ഇൻ്റർസെക്ഷൻ BH is equal to 5 or AH is equal to BH. അപ്പോൾ AH is ഇൻ്റർസെക്ഷൻ BH. സപ്പോസ് അത് അങ്ങനെ അല്ല എങ്കിൽ AH ഇൻ്റർസെക്ഷൻ BH is not equal to 5 ആണെങ്കിൽ there is some element which is common for both these left cosets. അപ്പോൾ C belongs to AH intersection BH. Suppose C belongs to AH ആണെങ്കിൽ then C is equal to A into H1 എന്ന് നമുക്ക് എടുക്കാം. എല്ലാത്തിലും സ്മോൾ ലെറ്റർ H എന്ന് എടുക്കാണ്ട് A into H1 എന്ന് എടുക്കാം. For some H1 belongs to H, the subgroup. So suppose C belongs to BH means C is equal to some another constant B into H2. So where H2 belongs to the subgroup H. So now from this we are getting A H1 is equal to C, which is equal to B H2. So that means from this we can find the value either for A or for B. അപ്പോൾ എക്ക് നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുക? That is equal to B H2 H1 inverse. ആൻഡ് ഓൾസോ സപ്പോസ് ഇതിൽ നിന്ന് ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? ബി ഈക്വൽ ടു H1 A into H1 H2 ഇൻവേഴ്സ്. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കേസ് അനുസരിച്ചിട്ട് AH ഇൻ്റർസെക്ഷൻ BH ഇസ് നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ, നമുക്കിത് വേണം. സോ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AH is equal to BH. അങ്ങനെയാണെങ്കിൽ AHൽ ഒരു എലമെൻറ്റ് ഞാൻ എടുക്കുവാണെങ്കിൽ ആ എലമെൻറ്റ് BHലും ഉണ്ട് എന്ന് പറയണം. അതായത് AH BHൻ്റെ സബ്സെറ്റ് ആണ്. ഇനി BHലാണ് ഞാൻ ഒരു എലമെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതേ എലമെൻറ്റ് AHലും ഉണ്ട് എന്ന് പറയണം. ദാറ്റ് മീൻസ് അപ്പോൾ അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് AH is a subset of BH and we have to prove that BH is a subset of AH. ഇങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ on combining these two steps we can say that AH is equal to BH. So let x belongs to AH, that is x is equal to A into ഞാനിവിടെ H1 H2 നേരത്തെ എടുത്തു കഴിഞ്ഞു. സോ ഞാനിപ്പോൾ അടുത്ത കോൺസ്റ്റൻ്റ് എടുക്കുവാണ് H3, where H3 belongs to H എന്ന് എടുക്കുവാണ്. അപ്പോൾ എക്ക് പകരം ഞാൻ ഈ ആൻസർ അതായത് A ഈക്വൽ ടു BH2 H1 ഇൻവേഴ്സ് അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ B ഇൻറ്റു H2 H1 ഇൻവേഴ്സ് ഇൻറ്റു ഈ H3. അപ്പോൾ ഇത് ഇവിടെ വരുന്നത് കാരണം എനിക്കിവിടെ ഇത് അതായത് H1 ആണെങ്കിലും H2 ആണെങ്കിലും H3 ആണെങ്കിലും H1 ഇൻവേഴ്സ് ആണെങ്കിലും ശരി അത് എല്ലാം ബിലോങ്സ് ടു H ആണ്. H1, H1 inverse, H2 inverse, H3 inverse, all these things belongs to H also. H1, H2, H3 also belongs to H. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റും എന്തായിരിക്കും? Hൽ തന്നെ ആയിരിക്കും വരുന്നത്. We shall give some another notation as H4. So let x equal to B into H4 എന്ന നൊട്ടേഷൻ നമുക്കിവിടെ കൊടുത്താൽ this is again in the form of x belongs to BH. That means I can say from this AH is a subset of BH. Therefore keep it as equation number 1. Now let us take converse part. Converse part എന്ന് പറയുമ്പോൾ എന്താണ്? let y x belongs to എന്ന് എടുക്കാണ്ട് വേറൊരു എലമെൻ്റ് എടുക്കാം. let y belongs to BH എന്ന് എടുക്കാം. let y belongs to BH means y is equal to B into H5. ദാറ്റ് ഈസ് ബിക്ക് പകരം ഞാനിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആൻസർ അതായത് A ഇൻറ്റു H1 H2 ഇൻവേഴ്സ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ ഐ വിൽ ഗെറ്റ് A ഇൻറ്റു H1 H2 ഇൻവേഴ്സ് H5 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് A ഇൻറ്റു H1 H2 ഇൻവേഴ്സ് H5ന് നമുക്ക് അതിൽ വരുന്ന ഈ H1 H2 ഇൻവേഴ്സ് H5 എല്ലാം നമുക്കറിയാം all these elements belongs to H ആണ്. So therefore their product also belongs to H. Hence we say that H6 also belongs, give a notation that this is equal to H6 എന്ന് കൊടുക്കുക. So this belongs to H. So therefore y is equal to A into H6. Therefore we can say A belongs to
H or A belongs to G. Therefore എന്താണ് A belongs to H ആണെങ്കിൽ ഇവിടെ എന്താ വരിക Y belongs to Y equal to A into H6 means it can be written as Y belongs to AH. Therefore നമുക്കിപ്പോൾ കിട്ടിയത് നമ്മൾ Y belongs to BH എന്ന് എടുത്തിട്ട് നമുക്ക് കിട്ടിയത് Y belongs to AH. Therefore BH is a subset of AH. From equation 1 and 2 we can say both these are the proper subsets. അങ്ങനെയാണെങ്കിൽ we can say they are equal. AH is equal to BH. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ലെയിം എന്താണ്? യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് G. സോ ദെയർഫോർ നമ്മളിപ്പോൾ അവിടെ ചെയ്തതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ദ ലെഫ്റ്റ് സൈഡ്. എക്സ് ബിലോങ്സ് ടു ദ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എക്സ് ഇസ് ഓൾസോ ഇൻ G. അപ്പോൾ ദിസ് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. അതായത് യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് G എന്നെടുക്കും. സിമിലർലി നമ്മൾ അനദർ എലമെൻറ്റ് Y ബിലോങ്സ് ടു G എന്നെടുത്തിട്ട് Y belongs to the union of all the left corsets എന്ന് നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ from there we can combine and say both answers are equal. രണ്ട് സബ്സെറ്റ് ഈക്വൽ ആണ് എന്ന് നമ്മൾ എടുക്കാൻ പോവാണ്. Let X belongs to union of A belongs to G, that is union of AH. Union of AH means X can be expressed as X is equal to എന്താണ്? നമ്മളിപ്പോൾ H6 വരെ മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത ഒരു പുതിയ നൊട്ടേഷൻ കൊടുക്കാം. H7 എന്ന് കൊടുക്കാം. H7 എന്ന് പറയുന്നത് എന്താണ്? which belongs to H ആണ്, which is where H is a subgroup. അപ്പോൾ H is a subset of G ആണ്. A belongs to G ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് പറയാം? നമുക്കിവിടെ നിന്ന് എന്ത് പറയാം? A belongs to G. അപ്പോൾ A into H7 also belongs to G ആണ്. Therefore from this we can say that X belongs to G. By closure property നമുക്ക് എന്ത് പറയാം? If A belongs to G and H7 also belongs to G, therefore by closure property നമുക്ക് എന്ത് പറയാം? A into H7 also belongs to G. അപ്പോൾ closure property ജിക്ക് ട്രൂ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം X belongs to G ആണ്. സോ ദെയർഫോർ ഫ്രം ദിസ് വി ആർ ഗെറ്റിംഗ് നമുക്ക് എന്ത് പറയാം? യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് ദ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് G. സോ യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ A belongs to G ആണ്. സോ ദെയർഫോർ ഇസ് എ സബ്സെറ്റ് ഓഫ് G. കീപ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ കോൺവേഴ്സ് പാർട്ട് എടുക്കുവാണ്. കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുന്നത് Gയിൽ ഒരു എലമെൻ്റ് എടുത്താൽ അത് ഈ യൂണിയനിലെ ലെഫ്റ്റ് കോസെറ്റ്സിൽ എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. വി ഹാവ് ടു prove. So let Y belongs to G. Therefore Y is equal to, can you express Y in terms of Y equal to E into Y? Can we express that? Yes, we can express, because G എന്ന് പറയുന്നത് it is a group. If it is a group, we can say that the identity, associative, inverse, all the properties or all the conditions exist. Already true ആണ് നമുക്ക്. അപ്പോൾ Yയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എലമെൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കണ്ടീഷൻ ഏതാണ്? Y is equal to E into identity element. That means E belongs to the set എന്താണ്? ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? E belongs to H ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലെറ്റ് E belongs to വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ലെറ്റ് E belongs to H എന്ന് എടുക്കാം. സോ ദെയർഫോർ എന്താണ്? ദിസ് ബിലോങ്സ് ടു Y ഈക്വൽ ടു Y ഇൻറ്റു E എന്ന് നമ്മൾ, അതായത് X ഈക്വൽ ടു A ഇൻറ്റു H എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നെങ്കിൽ വി സേ ദാറ്റ് X ബിലോങ്സ് ടു A ഇൻറ്റു ദ ലെഫ്റ്റ് കോസെറ്റ് AH. അപ്പം നമുക്കിവിടെ Y ഈക്വൽ ടു Y ഇൻറ്റു E ആണെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് Y ബിലോങ്സ് ടു Y ഇൻറ്റു H. സോ YH എന്ന് പറയുന്നത് എന്താണ്? Y ഇസ് വൺ ഓഫ് ദ ലെഫ്റ്റ് കോസെറ്റ് അല്ലേ? YH എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലെഫ്റ്റ് കോസെറ്റ് വിച്ച് വിൽ ബി ദ സബ്സെറ്റ് ഓഫ് എന്താണ്? വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ്. ലെഫ്റ്റ് കോസെറ്റ്സിൻ്റെ ഒരെണ്ണമല്ലേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. സോ ദെയർഫോർ ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓൾ ദ യൂണിയൻ ഓഫ് ദ സബ്സെറ്റ്സ്. ദെയർഫോർ ഫ്രം ദിസ് നമ്മളിവിടെ എടുത്തത് Y ബിലോങ്സ് ടു G. നമുക്ക് കിട്ടിയതോ Y ഈസ് ബിലോങ്സ് ടു, അതായത് നമുക്ക് കിട്ടിയത് Y belongs to union of A belongs to G of all the left cosets. So from this we are having
സോ നമുക്കിവിടെ കിട്ടിയത് y ബിലോങ്സ് ടു യൂണിയൻ ഓഫ് a ബിലോങ്സ് ടു g. ദെയർഫോർ നമ്മൾ എങ്ങനെ എടുക്കുക? a ബിലോങ്സ് ടു g ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്. സോ ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ നിന്ന് ഇത് നോക്കുമ്പോൾ y ബിലോങ്സ് ടു g, ഇവിടെ y ബിലോങ്സ് ടു ദിസ് കണ്ടീഷൻ, വിച്ച് മീൻസ് ദാറ്റ് g ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ്. ദെയർഫോർ ഫ്രം ഇക്വേഷൻ 3 and 4 വി ക്യാൻ സേ ഒന്ന് മറ്റൊന്നിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Therefore we can say G is equal to union of all the left cosets. So left cosets forms a partition. Now ഇനി നമുക്ക് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്താണ്? To prove that H and any left cosets of H have same number of elements. That means order of H is equal to order of the left coset. So ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് നമ്മളിവിടെ പറയേണ്ടത് ഇറ്റ് ഈസ് എനഫ് ടു പ്രൂവ് ദാറ്റ് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷൻ 1 to 1 on 2 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. കാരണം സെയിം നമ്പർ ഓഫ് എലമെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് മാപ്പിംഗ് ഈസ് സെയിം. ഈ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലോട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എലമെൻസിൻ്റെ, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആണ് എന്ന് പറയണമെങ്കിൽ 1 to 1 മാപ്പിംഗ് ട്രൂ ആണ്, 1 to on to മാപ്പിങ്ങും ട്രൂ ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടത് ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഡിഫൈൻ എ ഫംഗ്ഷൻ ഫൈ എന്നൊരു ഫംഗ്ഷൻ എടുക്കുക ഫ്രം ദ സബ് ഗ്രൂപ്പ് H ടു ദ ലെഫ്റ്റ് കോസെറ്റ് AH. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? H നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഫൈ ഓഫ് H ഇസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എടുക്കാം, ഫൈ ഓഫ് H ഇസ് ഈക്വൽ ടു A ഇൻറ്റു H, വേറെ H ബിലോങ്സ് ടു എന്താണ്? ദ സബ് ഗ്രൂപ്പ്. അതേപോലെ A സ്റ്റാർ H എന്ന് പറഞ്ഞാൽ വിച്ച് ബിലോങ്സ് ടു ദ ലെഫ്റ്റ് കോസെറ്റ് AH. കാരണം നമ്മൾ ലെഫ്റ്റ് ബൈ ഡെഫിനിഷൻ ഓഫ് ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് A സ്റ്റാർ H വേറെ H ബിലോങ്സ് ടു ദ H. സോ ഇറ്റ് ഇസ് എനഫ് ടു പ്രൂവ് ദാറ്റ് ഫൈ ഈസ് 1 ആൻഡ് ഓൺ 2. ആദ്യം നമുക്ക് ഫൈ ഈസ് 1 എന്ന് പറയണമെങ്കിൽ എന്താണ് നമുക്ക് കണ്ടീഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, f of x1 is equal to f of x2 implies x1 is equal to x2 ആണ് നമ്മൾ 1 to 1 കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇതിന് നമ്മൾ എന്താ ഇങ്ങനെ എടുക്കുക? ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഫൈ ഓഫ് h1 ഈക്വൽ ടു ഫൈ ഓഫ് h2. ദാറ്റ് മീൻസ് ബൈ ഡെഫിനിഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? A സ്റ്റാർ H. So A സ്റ്റാർ H1 is equal to A star H2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുക. Therefore ഇത് നമുക്ക് ഇങ്ങനെ A star H1 equal to A star H2 ആൾറെഡി ക്യാൻസലേഷൻ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ ഉണ്ട്. അതെന്താണ്? ക്യാൻസലേഷൻ ലോ അനുസരിച്ചിട്ട് A സ്റ്റാർ x1 is equal to A സ്റ്റാർ x2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻസലേഷൻ, അതായത് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു വിൽ ഗെറ്റിംഗ് x1 is equal to x2. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ അനുസരിച്ച് x1 is equal to x2. അതേപോലെ റൈറ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത് x1 സ്റ്റാർ A is equal to x2 സ്റ്റാർ A എങ്കിൽ we can say that x1 is equal to x2. ഇത് എലമെൻറ്റ് x1 x2, അതായത് നമുക്ക് ഈ എലമെൻറ്റ്സ് നമ്മൾ, അതായത് A എന്ന എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് x1 x2 നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് Aക്ക് റൈറ്റ് സൈഡിലാണ് വരുന്നത്. രണ്ട് ലോസ് ഉണ്ട് ക്യാൻസലേഷൻ ലോ, ഒന്ന് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ, മറ്റൊന്ന് റൈറ്റ് ക്യാൻസലേഷൻ ലോ. അതിൽ ഒരെണ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമുക്ക് സാധാരണ കാണുമ്പോൾ തോന്നും ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. ബട്ട് ഹിയർ ദാറ്റ് ഈസ് നോൺ ആസ് ദ ക്യാൻസലേഷൻ ലോ. അപ്പോൾ ആ ലോ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ എന്ത് പറയാം? H1 is equal to H2. No need to learn that, just mention the theorem. നമ്മൾ ഈ തിയറം ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. Therefore phi of H1 is equal to എന്താണ്? phi of H2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് H1 equal to H2, which means that phi is 1 to 1. 1 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഓൺ ടു പറയണമെങ്കിൽ എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ ഹാസ് എ പ്രീ ഇമേജ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ആൾറെഡി ഇത് തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷനാണ്. 1 to 1 ഓൺ ടു എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോഡൊമൈൻ, അതായത് ഫൈ ഫ്രം H to AH ആണല്ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് Y എന്ന എലമെൻറ്റ് നമ്മൾ ഇവിടെ കോഡൊമൈൻ, ഇതാണ് കോഡൊമൈൻ സെറ്റ്. ഈ കോഡൊമൈൻ സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അത് എവിടെ ഉണ്ടാവണം? ഇതിൻ്റെ പ്രീ ഇമേജ് ഈ സെറ്റിലും ഉണ്ടാവണം, ഡൊമൈനിലും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് Y ബിലോങ്സ് ടു എന്താണ്? AH. AH എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് A സ്റ്റാർ H ആണ്. AHൻ്റെ എലമെൻറ്റ്സ് എങ്ങനെ, ലെഫ്റ്റ് കോസറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന? A സ്റ്റാർ H വേറെ H ബിലോങ്സ് ടു സം H. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യുക? ടേക്ക് പ്രീ ഇമേജ്. നമ്മളിപ്പോൾ എന്താ പറയുക? അതായത് ഫൈ ഫ്രം H to
എ എച്ച് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു എലമെൻറ്റ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ വൈ ഡിഫൈൻ ചെയ്തു, ഇനി നമുക്ക് എക്സ് എന്ന ഒരു എലമെൻറ്റ് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എച്ച് ആകുമ്പോൾ എച്ചിലെ എലമെൻസിൻ്റെ ഫോർമാറ്റ് എന്താണ്? സ്മോൾ എച്ച് ആണ്. ദെയർഫോർ ടേക്ക് ഫൈ ഓൺ ബോത്ത് സൈഡ്സ്. ഫൈ ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുമ്പോൾ എന്താണ്? ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എച്ച്. ഫൈ ഓഫ് എച്ച് ഈക്വൽ ടു നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെ? ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എച്ച് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൾറെഡി എ സ്റ്റാർ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അതായത് വൈയിലൊരു എലമെൻറ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ ഹാസ് എ pre-image. അപ്പോൾ ഫൈ ഓഫ് എക്സ് ആണ് pre-image. സോ ദെയർഫോർ എന്താണ്? ഫൈ ഇസ് ഓൺ ടു. ഹെൻസ് വി സേ ദാറ്റ് ഇറ്റ് ഇസ് 1 to 1 ഓൺ ടു. അപ്പോൾ സ്റ്റെപ്പ് 2ൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഓർഡർ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ലെഫ്റ്റ് കോസെറ്റ്സ്. അപ്പോൾ എച്ച് ആൻഡ് എനി അതർ ലെഫ്റ്റ് കോസെറ്റ്സ് ഹാവ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 നോക്കാം. സ്റ്റെപ്പ് 3 നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഓർഡർ ഓഫ് എച്ച്. കെ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ്, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ് നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം. എങ്ങനെ എടുക്കാം? A1H, A2H, എക്സെട്ര AKH ഓർ ദ ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ്സ്. നമ്മൾ ആൾറെഡി സ്റ്റെപ്പ് 1ലെ ക്ലെയിം 2 നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു ജി. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? A1H യൂണിയൻ A2, ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ A1H യൂണിയൻ A2H യൂണിയൻ എക്സെട്ര യൂണിയൻ ഓഫ് AKH ഇസ് ഈക്വൽ ടു ജി. നമുക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടി ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷനിലുള്ള പ്രോപ്പർട്ടി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A യൂണിയൻ B. N ഓഫ് A യൂണിയൻ B ഈക്വൽ ടു N ഓഫ് A പ്ലസ് N ഓഫ് B മൈനസ് N ഓഫ് A ഇൻ്റർസെക്ഷൻ B. അപ്പോൾ അതിൽ നമ്മൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ നേരത്തെ തന്നെ ലെഫ്റ്റ് കോസെറ്റ്സിലെ 2 എലമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എം ടി സെറ്റ് ഓർ ഇറ്റ് വിൽ ബി ഐഡൻറ്റിക്കൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ കണ്ടീഷൻ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ക്ലെയിം 1ലെ കണ്ടീഷൻ ആദ്യം ക്ലെയിം 2 എടുക്കുക, എന്നിട്ട് ക്ലെയിം 1 എടുക്കുക. ക്ലെയിം 2ൽ നമ്മൾ പറഞ്ഞത് യൂണിയൻ ഓഫ് ഓൾ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഇസ് ഈക്വൽ ടു ജി. ക്ലെയിം 1ൽ ദ ലെഫ്റ്റ് കോസെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എം ടി സെറ്റ് ആയിരിക്കും. സോ ദെയർഫോർ ഇവിടെ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആയിരിക്കും വരുന്നത്. സോ നൗ ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ ഓർഡർ ഓഫ് ടേക്ക് ഓർഡർ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ഈ എലമെൻസിൻ്റെ ഓർഡർ എടുക്കുമ്പോൾ ഓർഡർ ഓഫ് ഓൾ ദീസ് എലമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി. അപ്പോൾ യൂണിയൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂണിയൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ അഡീഷൻ. അപ്പോൾ ഓർഡർ ഓഫ് A1H പ്ലസ് ഓർഡർ ഓഫ് A2H പ്ലസ് ഓർഡർ ഓഫ് AKH ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി. സോ നമ്മൾ സ്റ്റെപ്പ് 2ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഡർ ഓഫ് H is equal to order of the left cosets അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ സ്റ്റെപ്പ് 2ൽ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. H and any other left cosets have same number of elements. So therefore order of these elements is equal to order of H is equal to order of left cosets എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ order of these left cosets is equal to എന്താണ്? order of H ആണല്ലോ. അതും എത്ര പ്രാവശ്യം വരുന്നുണ്ട്? A1, A2 എക്സെട്ര AK. അപ്പോൾ അതായത് K ടൈംസ് ഇത് റിപ്പീറ്റ് ആവുന്നുണ്ട്. which means that order of H plus order of H plus etc order of H which is repeated how many times? It is K times, that is equal to order of G. അപ്പോൾ K times ആണെങ്കിൽ we can write that K into order of H is equal to order of G. That means order of H divides order of G. This is the condition. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താണ്? വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഗിവൺ ഹിയർ? നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഫൈനൈറ്റ് ഓർഡർ ഗ്രൂപ്പ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് മീൻസ് H of a finite order group G divides the order of the group. That means order of H divides order of the group G. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ഹിയർ വി ഹാവ് പ്രൂവ്ഡ് 3 steps. അതായത് സ്റ്റെപ്പ് 1ൽ 2 കേസസ്, ക്ലെയിം 1, ക്ലെയിം 2, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ഓൾ ഓഫ് യു പ്ലീസ് ലേൺ ദിസ് തിയറം. ഓക്കെ, താങ്ക് യു.